പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാനിലെ അദ്ദറസു സാദിസ് 6ാമത്തെ പാഠം അലമുൽ ബർസഹി. എന്താണ് പാഠത്തിൽ പഠിക്കുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് തദ്രിബാത്ത് നോക്കാം. നമ്മളിപ്പോ ജീവിക്കുന്നത് ദുനിയാവിലാണ്. ഈ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം പരലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന്. ഈ 2 ജീവിതം കൂടാതെ ഇനിയുണ്ട് 2 ജീവിതം. ഒന്ന് ബർസഹിയായ ലോക ജീവിതം, മറ്റൊന്ന് പുനർജന്മത്തിന് ശേഷമുള്ള ജീവിതം. ബർസഹിയായ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ഉള്ള ഖബർ ജീവിതമാണ്. അതാണ് ബർസഹിയായ ജീവിതം. പിന്നെ പുനർജന്മത്തിന് ശേഷമുള്ള ജീവിതം, അതായത് മഹ്ശറിൽ വിചാരണയാക്കി പിന്നീടുള്ള ഒരു ജീവിതമുണ്ട്, അതാണ് പുനർജന്മത്തിന് ശേഷമുള്ള ജീവിതം. രണ്ടാമത്തേതാണ് നമ്മുടെ ശാശ്വതമായ ജീവിതം. പുനർജന്മത്തിന് ശേഷമുള്ള ജീവിതമാണ് ശാശ്വതമായ ജീവിതം. മരണം മുതൽ പുനരുദ്ധാരണം വരെയുള്ള കാലമാണ് ആലമുൽ ബർസഹ്. ഇഹലോക ജീവിതത്തിലെ പ്രവർത്തികൾക്ക് അനുയോജ്യവുമായ രക്ഷയും ശിക്ഷയും അവിടെ നിന്നാണ് ലഭിക്കുക. ആലമുൽ ബർസഹി, ആ ജീവിതത്തിലാണ് ഇഹലോക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്നത്. ഒരു മയ്യത്ത് മറവ് ചെയ്താൽ ജനങ്ങൾ പിരിഞ്ഞു പോയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്ന് മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തി, നിന്റെ റബ്ബ് ആര്, നിന്റെ ദീൻ ഏത്, നിന്റെ നിബിധങ്ങളെ നേരിൽ കാണിച്ചുകൊണ്ട് ഈ പുരുഷനെ കുറിച്ച് എന്താണ് അറിയാ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കും. സത്യവിശ്വാസി എന്റെ റബ്ബ് അള്ളാഹു ആണെന്നും എന്റെ ദീൻ ഇസ്ലാം ആണെന്നും എന്റെ കിബില കഅബയാണെന്നും ഈ കാണുന്ന വ്യക്തി അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്നൊക്കെ മറുപടി പറയും. അപ്പോൾ അവന്റെ ഖബർ വിശാലമാക്കപ്പെടുകയും പുനർജന്മം വരെ വളരെ സുഖത്തിലും സന്തോഷത്തിലും അവൻക്ക് കഴിയാനും കഴിയും. ഈ അവിശ്വാസിയോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതെങ്കിൽ ഹാ ഹാ ലാ അതിരി എന്നായിരിക്കും അവൻ മറുപടി പറയാ. ഹാ ഹാ ലാ അതിരി എന്ന് അവൻ മറുപടി പറയും. അപ്പോൾ അവനെ മലക്കുകൾ ശക്തമായി പ്രഹരിക്കും. അവന്റെ ഖബറുകൾ കുടുസാക്കപ്പെടും. സത്യവിശ്വാസിയുടേത് വിശാലമാക്കപ്പെടും, അവിശ്വാസിയുടേത് കുടുസാക്കപ്പെടും. പുനർജന്മം വരെ പലവിധ ശിക്ഷകളും അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖബർ ശിക്ഷയെ തൊട്ട് നാം എപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴെല്ലാം പൊട്ടിക്കരയുമായിരുന്നു. സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ 1ാമത്തെ ചോദ്യം ആലമുൽ ബർസഹ് എന്താണ് എന്നാണ്. ആലമുൽ ബർസഹ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? മരണം മുതൽ പുനരുദ്ധാരണം വരെയുള്ള കാലമാണ് ആലമുൽ ബർസഹ്. മരണം മുതൽ പുനരുദ്ധാരണം വരെയുള്ള ജീവിതമാണ് ആലമുൽ ബർസഹ്. അടുത്തതാ, ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ആരെല്ലാം? മുൻകർ നക്കീർ അലൈഹിസ്സലാം. ഈ 2 മലക്കുകളാണ് ഖബറിൽ ചോദ്യം ചെയ്യുന്നത്. ഖബർ വിശാലമാക്കപ്പെടും, ആരുടേത്? 3ാമത്തെ ചോദ്യം, ഖബർ വിശാലമാക്കപ്പെടും ആരുടേത് എന്ന്. ആരുടേതാണ്? സത്യവിശ്വാസിയുടെ ഖബറാണ് വിശാലമാക്കപ്പെടുക. 4ാമത്തെ ചോദ്യം, മലക്കുകളുടെ ചോദ്യത്തിന് സത്യവിശ്വാസിയുടെ മറുപടി എന്തായിരിക്കും? അവിടെ നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ പറഞ്ഞു, സത്യവിശ്വാസി എന്റെ റബ്ബ് അള്ളാഹു ആണെന്നും ദീന് ഇസ്ലാം ആണെന്നും കിബില കഅബയാണെന്നും അള്ളാഹുവിന്റെ റസൂലും അടിമയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ സത്യവിശ്വാസി മറുപടി പറയും. അപ്പൊ ആ ഭാഗം നോക്കിയിട്ട് എഴുതാം. ഇനി അവിശ്വാസി ഖബറിലെ ചോദ്യത്തിന് നൽകുന്ന മറുപടി എന്താണ്? അവിശ്വാസി ഹാ ഹാ ലാ അതിരി എന്നാണ് അവിശ്വാസി മറുപടി പറയുക. അടുത്തത് എഴുതാനാണ്. എന്താണ്? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ പതിവാക്കേണ്ട സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക് എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇനി ആശയം എഴുതാം. എന്താണ്? അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇനി വ്യക്തമാക്കാനാണ്. ഖബറിലെ 3 ചോദ്യങ്ങൾ എഴുതാനാണ്. അതവിടെ നമ്മൾ പാഠത്തിൽ വായിച്ചു. നിന്റെ റബ്ബ് ആരാകുന്നു, നിന്റെ ദീൻ ഏതാകുന്നു, നിബിധങ്ങളെ നേരിൽ കാണിച്ചുകൊണ്ട് ഈ പുരുഷനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ 3 കാര്യങ്ങൾ നമുക്ക് അവിടെയൊക്കെ എഴുതാം. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ വന്ന തദ്രിബാത്തിലുള്ള ചോദ്യങ്ങള്. പാഠം നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.